കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അസം സ്വദേശികളുടെ കുട്ടി സ്കൂളിലേക്ക്. പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് കുട്ടിയെ ചേർത്തത്. കുട്ടിയുടെ ആഗ്രഹം പോലെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും സമിതി ഒരുക്കിക്കൊടുക്കുമെന്ന് ചെയർമാൻ അരുൺ ഗോപി പറഞ്ഞു. പുത്തനുടുപ്പും പുതിയ ബാഗും പുസ്തകങ്ങളും ഒരുക്കി അവളുടെ ആഗ്രഹം പോലെ പഠിക്കാനായി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണിത്. ഇനി നേരെ സ്കൂളിലേക്ക്. ഓണാഘോഷമാണെങ്കിലും അവളുടെ വരവ് സ്കൂൾ മുഴുവനും ആഘോഷിച്ചു. ഇരു കൈയും നീട്ടി പഠന ജീവിതത്തിലേക്ക് സ്കൂളും അവളെ സ്വീകരിച്ചു. പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് കുട്ടിയെ ചേർത്തത്. കുട്ടിയുടെ ആഗ്രഹം പോലെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും സമിതിയും സർക്കാരും ഒരുക്കിക്കൊടുക്കുമെന്ന് ചെയർമാൻ അരുൺ ഗോപി പറഞ്ഞു. കേരളത്തിൻ്റെ മകളായി മാറിക്കഴിഞ്ഞ പ്രിയപ്പെട്ട മകൾ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. നേരത്തെ കണിയാപുരം സ്കൂളിലായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നത്. പക്ഷേ കണിയാപുരം സ്കൂളിൽ ചേർക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നില്ല. ഇപ്പോൾ പട്ടം സ്കൂളിൽ ഇന്ന് മുതൽ അഡ്മിഷൻ എടുത്ത് ഇന്ന് മുതൽ പോവുകയാണ്. കുട്ടിക്ക് തൽക്കാലം ഇവിടെ നിന്ന് പഠിക്കാൻ തന്നെയാണ് കുട്ടിയുടെ മനസ്സ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ രക്ഷകർത്താക്കൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലേക്ക് കുട്ടിയെ വിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചു. പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അമ്മയുടെ മർദ്ദനവും ഇഷ്ടമല്ലാത്ത ജീവിതവും നിറഞ്ഞ പോയ കാലം മറന്ന് അങ്ങനെ അറിവിന്റെ പുതുലോകത്തേക്ക് മിടുക്കിയായി അവൾ വളരട്ടെ. ബിച്ചു പൂവച്ചിലിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.